ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ജെമിനിയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഓഫർ ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നമുക്ക് ഈ ഓഫർ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി കാർഡ് എടുക്കുക. ഐഡന്റിറ്റി കാർഡിൽ പേര് വേണം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും, അതുപോലെ തന്നെ ലീവിംഗ് ഓഫ് കോളേജിന്റെ ആ ഒരു പോർഷൻ അല്ലേ, അതും ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു വശത്തെ ഈ പറയുന്ന ഗൂഗിൾ ജെമിനി സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ചിൽ പോയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് സ്റ്റുഡൻറ് ഓഫർ എന്നുള്ളതും സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വരുന്ന റിസൾട്ട് ഇല്ലേ ജെമിനി, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. കോളേജ് സ്റ്റുഡൻസിന് ജെമിനി 1 ഇയർ ഫ്രീ ആയിട്ട് കിട്ടും, 19,500 രൂപ വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ഈ പേജ് വരുന്നതിൽ വെരിഫൈ എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യും. അപ്പോൾ അതിൽ വന്നിട്ട് കൺട്രി എന്നുള്ളത് നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് സ്കൂൾ, അപ്പോൾ നമ്മൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ആ കോളേജിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ചില കോളേജുകൾ അവിടെ ലിസ്റ്റഡിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് അപ്രൂവലിന് വേണ്ടി മെയിൽ അയക്കേണ്ടി വരും. ഇനി അങ്ങനെ അല്ല, നമുക്ക് അവിടെ ലിസ്റ്റ് തന്നിട്ടുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളാണ് ഉള്ളതെന്നെങ്കിൽ നമ്മൾ ആ കോളേജ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പേര് ആദ്യം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലെ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ അടിച്ചു കൊടുക്കുക. അത് ഏത് മെയിൽ ഐ ഡി ആണ് ജെമിനി യൂസ് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി ആണ് കേട്ടോ കൊടുക്കേണ്ടത്. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത്, നമ്മൾ ചിലപ്പോൾ അതിൽ കൊടുത്ത് എന്തെങ്കിലും ഒരു മിസ്മാച്ച് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് നമ്മുടെ സ്കൂളിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ അത് നമ്മൾ നേരെ ആഡ് ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വെരിഫൈ ചെയ്യും നമ്മുടെ കാർഡ്. അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ആണ്, എലിജിബിലിറ്റി ഉണ്ട്, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അവരവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ചെറിയ സെക്കൻഡുകൾ മാത്രമാണ് ഇതിന് എടുക്കുന്നത്. ഓക്കെ, യു ഹാവ് ബീൻ വെരിഫൈഡ്. അപ്പോൾ നമ്മളത് വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് ഗൂഗിൾ AI Pro എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കുക. വെരിഫൈ എലിജിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് സ്റ്റുഡൻറ്റ് ഓഫർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇവിടെ പറയും. 19,500 ആണ് 10 മാസത്തേക്ക്. 12 മാസത്തെ ഫ്രീ ട്രയൽ അവിടെ കണ്ടതാ, സ്റ്റാർട്ടിങ് ടുഡേ എന്നുള്ളത്. അതിൽ സെപ്റ്റംബർ 15-ാം തീയതി തൊട്ടിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യും. 1,950 വെച്ചിട്ടാണ് മാസം നമുക്കതിൽ പേയ്മെൻറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഈ പൈസ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഓട്ടോ പേ ആണ്, 12 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് എടുക്കുക. അപ്പോൾ ഒരു ഓട്ടോ പേ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകണേ. അപ്പോൾ അതിൽ നമ്മൾ UPI ആപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളവിടെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ താഴെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 2 രൂപയാണ് പോകുന്നത്. ആ 2 രൂപ പോയിട്ട് അത് തിരിച്ച് റീഫണ്ട് ആയിക്കോളും. അതുകൊണ്ട് ഡോണ്ട് വറി. കംപ്ലീറ്റ് യുവർ പർച്ചേസ് എന്നുള്ളത് കണ്ടിന്യൂ കൊടുക്കുക. നമ്മളുടെ ഏതാണ് UPI ആപ്ലിക്കേഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഓട്ടോ പേ അതുണ്ടോ 1,950 വരെയുള്ള രൂപ നമുക്ക് ഓട്ടോ പേ ആയിട്ട് 12 മാസങ്ങൾക്ക് ശേഷം പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ഓട്ടോ പേ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്റ്റുഡൻറ്റ് ഓഫർ കിട്ടില്ല കേട്ടോ. ഈ ഓട്ടോ പേ എന്നുള്ളത് ഇതെല്ലാം സക്സസ് ആയതിനു ശേഷം നമുക്ക് ആവശ്യമില്ല, ഈ 12 മാസം ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് നമുക്കൊരു 7 ദിവസം മുന്നേ തന്നെ അവർ പറയും ഓട്ടോ പേ എനേബിൾ ചെയ്യാൻ പോവുകയാണ്, നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പേയ്മെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് കണ്ടോ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഓഫർ എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് സബ്സ്ക്രൈബ്ഡ് എന്ന് വിട്ട് വരും. അങ്ങനെ നമുക്ക് ആ സ്റ്റുഡൻറ്റ് ഓഫർ കിട്ടി. കണ്ടതാ ഗോ ടു ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ജെമിനിയിലേക്ക് നമ്മുടെ
ആ പ്രോ മോഡിലേക്ക് നമ്മൾ കടക്കും. അതുകൊണ്ടോ പ്രോ മോഡായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ചുറ്റും ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സർക്കിൾ വരും. ഇനി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി എങ്ങാനും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റ് ഓഫ് ഇപ്പോൾ എക്സാമ്പിൾ 2024 തൊട്ടിട്ട് 26 വരെ അങ്ങനെ ഒരു ഇത് അവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം വേറെ സിസ്റ്ററിൻ്റെ വെച്ചിട്ടാണ് ആദ്യം ചെയ്ത് നോക്കിയത്. അപ്പോൾ ആൾക്ക് എലിജിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? വി ആർ അൺഎബിൾ ടു കൺഫേം യുവർ എലിജിബിലിറ്റി ഡ്യൂ ടു എന്താണ് കാരണം? ആ കോളേജിൽ ഇന്ന കാരണങ്ങൾ ആണ് നിങ്ങൾക്ക് ഇത് എലിജിബിലിറ്റി ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് അവർ റീസൺ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ആ മെയിൽ ഐ ഡിയിൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ആ ഡോക്യുമെൻറ്റ് അതേ ആളുടെ തന്നെ ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ഇപ്പോൾ എന്തായാലും പറയുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ കിട്ടിയ ഈ ഒരു അറിവ് സെപ്റ്റംബർ 30 വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവർക്കും എത്തിക്കുക. എല്ലാവരും ട്രെൻഡിനൊപ്പം പോകേണ്ടതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്